ഇത്രയും മഴക്കാലം മൊത്തം ചേർന്ന വരണം നിങ്ങളെ മൂത്ത മോൻ. ആരോസിട്ടാണ് എന്തോന്ന് വരുന്നത്. ഇന്ന് എവിടെ പോയിരുന്നത്? ഒന്നുമില്ല അച്ഛാ, വെറുതെ. അതെനിക്കൊരു 10-25 വർഷം മുമ്പ് എനിക്ക് മനസ്സിലായതാ. എന്ത്? നീ വെറുതെയാണെന്ന്. അല്ലച്ചാ, ഞാൻ കൂലിക്ക് പോയതാ. ഓ, അപ്പൊ നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങി. ഈ കൂലിപ്പണിക്കൊന്നും പോവാതെ ഞങ്ങള് കമ്പനിയുടെ ജോലി നോക്കിക്കൂടി. ജോലിക്ക് പോയതല്ല, കൂലി സിനിമയില ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പോയതാ. എടാ, ടിക്കറ്റ് ഉണ്ടാക്കാതെ വല്ല ജോലിക്ക് പോടാ കാളെ. ജോലിക്ക് ഇവിടെ ഞാൻ മാത്രം പോയാ മതിയാ. അല്ലടാ, ഇനി ഈ പ്രായത്തിൽ ഞാൻ പോവാൻ ജോലിക്ക്. അച്ഛനല്ല, ഇവിടെ വേറെ ചിലരുണ്ടല്ലോ. ആരടാ? ഇനി നിന്റെ അമ്മേ? അവരല്ല, ദോ ഇവൻ ഈ മരവാഴയ്ക്ക് വെക്കൂടെ ജോലിക്ക്. എങ്ങനെ തോന്നിയടാ? പണി ചേരണ്ടടാ, അവ കൊച്ചല്ലടാ. ചേട്ടാ, എനിക്ക് 23 വയസ്സല്ലേ ആയുള്ളൂ. 23 വയസ്സാണെങ്കിൽ 61കാരന്റെ കഴപ്പാണല്ലോ ഇവന്. ആ ബസ് സ്റ്റോപ്പിലെ ഒറ്റ പെമ്പിള്ളാർക്ക് വഴി നടക്കാൻ പറ്റുന്നില്ല. ഈ കിളവിമാരാണ് കൂടുതൽ ഇവന്റെ ശല്യം പറയുന്നത്. ഫേക്ക് ന്യൂസ് ആണ് ഗൈസ്. അല്ലേ അച്ഛാ? ഒരു ഫേക്കും ഇല്ല, ഇത് സത്യവും. അവരൊന്നും പറഞ്ഞില്ല, അവരെ ഭർത്താവ് പറഞ്ഞു. രാത്രി കുറെ അജ്ഞാത ശക്തികൾ അവരെ മതിലിന്റെ ഇടയിൽ കിടന്ന് കറങ്ങുന്നതായിരുന്നു. ഇങ്ങനാണെങ്കിലേ നാട്ടുകാർ അച്ഛന്റെ മോന്റെ നടു തന്നെ ഒടിക്കും. കണ്ടടാ മോനെ, നമ്മളെ കുറിച്ച് അപരാധങ്ങൾ പറഞ്ഞുണ്ടാക്കുന്നത്. അപരാധമൊന്നും അല്ല, നല്ല റിപ്പീറ്റ് കാര്യമുള്ള സത്യവും ഞാൻ പറഞ്ഞ. നാട്ടുകാര് പറയണതും കേട്ട് നമുക്കിട്ട് പണിയാതെ നീ എന്തെങ്കിലും ജോലിക്ക് പോടാ മരവാഴ. ആദ്യം കൂലി, എന്നിട്ട് മതി ജോലി. ഈശ്വര, ഇറങ്ങുന്നവരെ ഒരു സമാധാനവും ഇല്ല. LCU കൺഫേം ആയിരിക്കണേ ഈശ്വര. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വീണ്ടും പുറത്താവുന്നത് കൺഫേം ആണ്. അപ്പൊ എന്റെ കൂലി? നിന്റെ കൂലിയല്ല, നിന്റെ